ദ്രവ്യത്തെയും ഊർജത്തെയും കുറിച്ചുള്ള പഠനമാണ് ഊർജതന്ത്രം അഥവാ ഭൗതിക ശാസ്ത്രം. ദ്രവ്യത്തിന്റെ പ്രധാന 3 അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം. 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6ാമത്തെ അവസ്ഥയാണ് ഫെർമിയോണി കണ്ടൻസേറ്റ്. പദാർത്ഥത്തിന്റെ 7ാമത്തെ അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ സെറ്റ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. ആറ്റങ്ങൾ ചാർജുള്ളതായി അയണുകളായി കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. ഊർജത്തിന്റെ പരമപ്രധാനമായ ഉറവിടമാണ് സൂര്യൻ. ഊർജത്തിന്റെ SI യൂണിറ്റാണ് ജൂൾ. ഒരു വസ്തുവിന്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീൻ. ഐൻസ്റ്റീന്റെ പ്രശസ്തമായ സമവാക്യമാണ് E=mc². ഐൻസ്റ്റീന് നോബൽ സമ്മാനം ലഭിച്ചത് 1921 ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചതിനാലാണ് ഐൻസ്റ്റീന് നോബൽ